എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ്. എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിറയെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നും. ഓക്കെ, സോ കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എക്സാം ഫാക്ട്സ്, അതായത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ്. സോ ബേസിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്നാണ് നമ്മൾ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കേട്ടോ. സോ ഈ പറയുന്ന നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. സോ ആദ്യമായിട്ട് നമ്മൾ പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗ് അഥവാ പൊതു ധനകാര്യവും ബഡ്ജറ്റിങ്ങുമാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് പൊതു ധനകാര്യം? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് ശരിക്കും സർക്കാരിൻ്റെ കൈവശം ഉള്ള കാശ്, എങ്ങനെ അതിൻ്റെ വരുമാനം, എങ്ങനെ അതിൻ്റെ ചെലവ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഈ പൊതു ധനകാര്യം ബഡ്ജറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. വരവ് ചെലവുകൾ ദാറ്റ് മീൻസ് എന്താണ്? ഇപ്പോൾ വരവെന്ന് പറയുമ്പോൾ റവന്യൂ ആണ് അല്ലേ, ചെലവെന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ. അപ്പോൾ വരവ് ചെലവുകൾ മുൻകൂട്ടി കണ്ട് സാമ്പത്തിക സംവിധാനം തകരാറിലാവാതെ സംരക്ഷിക്കുകയാണ് ബഡ്ജറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വാർഷിക സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്ത് പോലും ബഡ്ജറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല അല്ലേ. അതിന് പകരം എന്താണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം, ആർട്ടിക്കിൾ 112 പറയുന്നുണ്ട് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് ചുരുക്കി പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഇത്തരം വാർഷിക സ്റ്റേറ്റ്മെന്റുകൾ വർഷാവർഷം സമർപ്പിക്കണമെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 112 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC പരീക്ഷ ചോദ്യമായിട്ട് വരുന്നതാണ്. ആർട്ടിക്കിൾ 112 കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ 202 എന്ന് പറയുന്നത് സംസ്ഥാന ബഡ്ജറ്റുകളെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. പക്ഷെ അത് ഏതുമായി ബന്ധപ്പെട്ടാണ്? കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ 202 സംസ്ഥാന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 202 എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. PSC ചെറിയ ചോദ്യങ്ങളായിട്ടും സ്റ്റേറ്റ്മെന്റ് ഫാക്റ്റുമായിട്ടൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാക്റ്റുമായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇനി 1921 വില്യം അക്വർത്ത് കമ്മിറ്റി പ്രകാരം 1924 റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കപ്പെട്ടു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എന്തായിരുന്നു? വളരെ വർഷക്കാലം മുന്നേയൊക്കെ എങ്ങനെയായിരുന്നു? ജനറൽ ബഡ്ജറ്റ് വന്നിട്ട് ഫിനാൻസ് മിനിസ്റ്ററും റെയിൽവേ ബഡ്ജറ്റ് വന്നിട്ട് റെയിൽവേ മിനിസ്റ്ററുമാണ് സാധാരണ വ്യത്യസ്ത ദിനങ്ങളിൽ അവതരിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ 1921 വില്യം അക്വർത്ത് കമ്മിറ്റി PSC ചോദ്യമാണ്. ഇത് പ്രകാരമാണ് 1924 റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും വേർതിരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ 2016-17 കാലഘട്ടം വരെ ഈ രീതി തുടരുകയും ചെയ്തു. 2016-17 കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 31 അവസാനിക്കുന്നത്. ഉദാഹരണത്തിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2024 2024 ഏപ്രിൽ 1 ആരംഭിച്ച് 2025 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലാണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കും. ഓക്കെ, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയാണെന്നുള്ളത് നോക്കിക്കോളാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് 2016-2017 ഫിനാൻഷ്യൽ ഇയർ വരെ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്താണ്? റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ്, ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റ്. എന്നാൽ ബിബേക് ദെബ്രോയ് കമ്മിറ്റി പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനാണ്.
ബിബേക് ദെബ്രോയ്. അപ്പൊ അദ്ദേഹം തലവനായ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2017-18 ബഡ്ജറ്റ് എങ്ങനെയായിരുന്നു? ഈ പറയുന്ന റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ ലയിപ്പിച്ചായിരുന്നു അവതരിപ്പിച്ചത്. അപ്പോൾ മനസ്സിലാക്കണം, നിലവിൽ ജനറൽ ബഡ്ജറ്റിനോടൊപ്പം തന്നെയാണ് റെയിൽവേ ബഡ്ജറ്റും അവതരിപ്പിക്കുന്നത്. ആരാ അവതരിപ്പിക്കുന്നത്? ധനകാര്യ മന്ത്രി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ 1921 അക്വർത്ത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 1924 ജനറൽ ബഡ്ജറ്റ് 1, റെയിൽവേ ബഡ്ജറ്റ് 2 എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങിയത്. അപ്പൊ അത് 2016-17 ഫിനാൻഷ്യൽ ഇയർ വരെ അത് നടപ്പിലാക്കി പോവുകയും ചെയ്തിരുന്നു. എന്നാൽ 2017-18 ഫിനാൻഷ്യൽ ഇയർ മുതൽ, ആ ഒരു വർഷത്തെ ബഡ്ജറ്റ് മുതൽ ബിബേക് ദെബ്രോയ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിലേക്ക് മെർജ് ചെയ്തു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ആണ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ നോക്കുന്നത് പൊതു ബഡ്ജറ്റ് അഥവാ പബ്ലിക് ഫിനാൻസിന് 3 ഘടകങ്ങളുണ്ട്. 1 മുൻവർഷത്തെ തുക, 2 അതാത് വർഷത്തെ അല്ലെങ്കിൽ നമ്മൾ പറയും നടപ്പ് വർഷത്തെ കറണ്ട് ഇയർ, അതാത് വർഷത്തെ വർധനവുകളുടെയോ കുറവുകളുടെയോ കൂടിയ തുക, 3 വരും വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു പൊതു ബഡ്ജറ്റിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളുണ്ട് അല്ലെ? 3 ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. 3 വർഷങ്ങൾ വരുന്നുണ്ട്: പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, അപ്കമിങ് ഇയർ. അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെയാ നിങ്ങൾ നോക്കുന്നത്? പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, അപ്കമിങ് ഇയർ. ഈ 3 വർഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകളും ചെലവുകളുമെല്ലാം എസ്റ്റിമേറ്റുകളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പൊതു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ സാമ്പത്തിക വർഷം കണ്ടോ, 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണഗതിയിൽ 2 മുൻവർഷങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബഡ്ജറ്റ് കണക്കാക്കുക. എങ്കിൽ ഒരു ബഡ്ജറ്റ് രൂപവൽക്കരണം പ്രധാനമായും 3 വർഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, അതുപോലെ തന്നെ അപ്കമിങ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവർഷം, കറണ്ട് ഇയർ തനത് വർഷം അല്ലെങ്കിൽ നടപ്പ് വർഷം. ഓക്കെ, അപ്കമിങ് ഇയർ എന്ന് പറഞ്ഞാൽ വരും വർഷം എന്നുള്ള രീതിയിലാണ്. ഉദാഹരണത്തിന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഒന്ന് പരിശോധിക്കാം. 2023-24 ബഡ്ജറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതുപോലുള്ള കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ UPSC-യിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വർഷത്തെ ബഡ്ജറ്റ് ഇങ്ങ് എടുക്കുകയാണ്. ഉദാഹരണം 2023-24 ബഡ്ജറ്റ്. ഈ 2023-24 ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആരാ അത് നടത്തിയിരിക്കുന്നത്? അത് നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രിയാണ്. എപ്പോഴാ എന്നാണ് എൻ്റെ ചോദ്യം. എപ്പോഴാ? 2023-24 ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2023 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്ത് 2024 മാർച്ച് 31 അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ബഡ്ജറ്റ് പക്ഷെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലല്ല, പകരം 2023 ഫെബ്രുവരി 1 അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണ്? 2023 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ 23-24 ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 23-24 ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 ഏപ്രിൽ 2023 തുടങ്ങി 31 മാർച്ച് 2024 അവസാനിക്കണം. അപ്പോൾ ഈ പറയുന്ന ഡേറ്റിന്റെ ഇടയിൽ പെട്ടതാണോ 2023 ഫെബ്രുവരി 1? അല്ല. 2023 ഫെബ്രുവരി 1 ഉൾപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 2022-2023 ആണ്. ദാറ്റ് മീൻസ് 2022 ഏപ്രിൽ 1 ആരംഭിച്ച് 2023 മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ ഒരു ഡേറ്റിലാണ് 2023 ഫെബ്രുവരി 1 നിലകൊള്ളുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കണം. 2022-23
എന്ന് പറയുന്ന വർഷത്തെ നമ്മൾ കറണ്ട് ഇയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2022-23 കറണ്ട് ഇയർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? ബഡ്ജറ്റ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് 2023-24 2023 ഏപ്രിൽ 1 ആരംഭിച്ച് 2024 മാർച്ച് 31 അവസാനിക്കേണ്ട ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ബഡ്ജറ്റാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗമായിട്ടുള്ള ഡേറ്റിലാ? 2022-23, അതായത് 2022 ഏപ്രിൽ 1 ആരംഭിച്ച് 2023 മാർച്ച് 31 അവസാനിക്കുന്ന ആ സാമ്പത്തിക വർഷത്തിലെ ഒരു ഡേറ്റ് 2023 ഫെബ്രുവരി 1, ആ ഒരു ഡേറ്റ്, ആ ഒരു ഇയറിലാണ് ഈ പറയുന്ന അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതാണോ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ഡേറ്റ് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതാണ് നമ്മുടെ കറണ്ട് ഇയർ അഥവാ തനത് അല്ലെങ്കിൽ നടപ്പ് വർഷം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മുൻ വർഷവും വരും വർഷവും കണ്ടുപിടിക്കാം. മുൻ വർഷം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഫിനാൻഷ്യൽ ഇയർ 2021-22. വരും വർഷം എന്ന് പറഞ്ഞാൽ എന്താ? 2023-24. അപ്പോ ഈ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളാണ് തയ്യാറാക്കപ്പെടുന്നത്. മുൻവർഷത്തെ മുഴുവൻ കണക്കും, വരവും ചെലവും ഉൾപ്പെടെയുള്ള മുഴുവൻ കണക്കും മന്ത്രിയുടെ കൈകളിൽ ഉണ്ടാവും. കാരണം ആ വർഷം പൂർത്തീകരിച്ചു. 2021-22 എന്ന് പറഞ്ഞാൽ 21 ഏപ്രിൽ 1 ആരംഭിച്ച് 22 മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ എല്ലാ കണക്കും, വരവും ചെലവും അപ് ടു ഡേറ്റ് എല്ലാ കണക്കും ഇവരുടെ കയ്യിലുണ്ടാവും. എന്നാൽ കറണ്ട് ഇയറിലെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവോ? കറണ്ട് ഇയർ അവസാനിച്ചിട്ടില്ല. 2023 ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 31 2023 ആയാലേ ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ കണക്കുകൾ പൂർണ്ണമായിട്ടും കൈവശം ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ വരും വർഷമായ 2023-24 എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര പദ്ധതികൾക്ക് ഇത്ര രൂപ, ഇത്ര മന്ത്രാലയങ്ങൾക്ക് അല്ലെങ്കിൽ മേഖലകൾക്ക് ഇത്ര വിഹിതം, സബ്സിഡി ഇത്ര, അല്ലെ, വളം സബ്സിഡി അല്ലെങ്കിൽ ഭക്ഷ്യ സബ്സിഡി അല്ലെങ്കിൽ പലിശ സബ്സിഡി ഇത്ര രൂപ എന്ന് പറഞ്ഞ് കാണിക്കാം. വിവിധ പദ്ധതികൾക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്ത് ചോദ്യങ്ങൾ UPSC ലെവലിൽ ചോദിച്ചു വരുന്നുണ്ട്. നമുക്ക് കേരള PSC ലെവലിലും ഇമ്പോർട്ടൻ്റ് ആണ് താനും. ഓക്കെ, ശരി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഇത് സ്ഥിരം നമ്മുടെ PSCയുടെ ബേസിക് ഫാക്ട്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ബഡ്ജറ്റ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ബഡ്ജറ്റ് 1947 നവംബർ 26 അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രിയായ RK ഷൺമുഖം ചെട്ടിയാണ്. ഓക്കെ, സോ കൊച്ചിയിലെ മുൻ ദിവാനായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമയത്താണ് നമ്മൾ കേരള ചരിത്രത്തിൽ വൈദ്യുതി സമരം അഥവാ ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹമായിരുന്നു അന്ന് കൊച്ചിയിലെ ദിവാൻ. ഇദ്ദേഹം എന്താണ്? ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു RK ഷൺമുഖം ചെട്ടി. ഇദ്ദേഹമാണ് 1947 നവംബർ 26 ഇന്ത്യയിലെ ആദ്യ പൊതു ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മലയാളി എന്ന് പറയുന്നത് ജോൺ മത്തായി ആണ്, 1949. ഓക്കെ, സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിലെ അംഗങ്ങളെ പരിചയപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു മലയാളിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും വന്ന വ്യക്തിയാണ് ജോൺ മത്തായി. അവിടെ നിന്നുമുള്ള വ്യക്തിയാണ് ജോൺ മത്തായി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അപ്പോ ആ പറയുന്ന സെയിം ജോൺ മത്തായി തന്നെയാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മലയാളി. അദ്ദേഹം 1949 ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ആദ്യ വ്യക്തി. സോ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ആദ്യ വ്യക്തി അത് വന്നിട്ട് CD ദേശ്മുഖ് ആണ്. അതായത് ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി, ആദ്യ മലയാളി ജോൺ മത്തായി. എന്നാൽ റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് CD ദേശ്മുഖ്.
റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ CD ദേശ്മുഖ് 1951. ഇനി ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 1958 ജവഹർലാൽ നെഹ്റു ആണ്. വർഷം ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. സോ 1970. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കാര്യമായിട്ടുള്ള സ്പ്ലിറ്റ് സംഭവിക്കുന്ന, അതായത് ഇന്ദിരാഗാന്ധി ഒരു പക്ഷത്തും മൊറാർജി ദേശായി മറ്റൊരു പക്ഷത്തേക്ക് മാറിയതോടുകൂടി, സത്യം പറഞ്ഞാൽ മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നും മൊറാർജി ദേശായിക്ക് പ്രധാനമന്ത്രി സ്ഥാനം ആ കാലഘട്ടത്തിൽ കിട്ടാതെ പോയത് കൊണ്ടും അദ്ദേഹം പാർട്ടി വിട്ടു. അദ്ദേഹം മറ്റൊരു പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ മറ്റൊരു പാർട്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചു പോകുന്ന മൊറാർജി ദേശായി മാറിയതിലൂടെ ആ ഒരു വിടവ് നികത്താനായിട്ട് 1970 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതയായിട്ട് മാറി. ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത പക്ഷേ നിർമ്മല സീതാരാമനാണ്. 2024 ബഡ്ജറ്റ് 2024-25 ബഡ്ജറ്റ് നമുക്ക് അത് പക്ഷേ നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. ലോക്സഭാ ഇലക്ഷന് മുന്നേ ആയിട്ട് ഒരു ഇടക്കാല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷന് ശേഷമാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ലോക്സഭാ ഇലക്ഷന് മുന്നേയായിട്ടുള്ള ഇടക്കാല ബഡ്ജറ്റും അത് കഴിഞ്ഞ് വരുന്ന ജനറൽ ബഡ്ജറ്റും ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഒരു സെഷനിൽ അത് പഠിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇത്തവണത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ, ദാറ്റ് മീൻസ് കൺസിക്യൂട്ടീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ എന്നുള്ള ഖ്യാതി പദവി ലഭിച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ, ഇടക്കാല ബഡ്ജറ്റ് ഉൾപ്പെടെ. അതായത് ഇതിനു മുന്നേ മൊറാർജി ദേശായാണ് തുടർച്ചയായിട്ട് 6 തവണ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി. എന്നാൽ നിർമ്മല സീതാരാമൻ ആ റെക്കോർഡ് തകർത്ത് തുടർച്ചയായി 7 തവണ, ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ എന്നുള്ള പദവി ആർക്കിപ്പോൾ ലഭിച്ചിരിക്കുക? നിർമ്മല സീതാരാമൻ ലഭിച്ചിരിക്കുക. അത് നമ്മുടെ ഏറ്റവും മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇനി പ്രധാനമന്ത്രി ആയിരിക്കെ ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ: 1 ജവഹർലാൽ നെഹ്റു, അവരുടെ മകൾ ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ വ്യക്തി. സോ അതാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം, ഓർക്കുക. ഇനി അപ്പോൾ ശ്രദ്ധിക്കണം, ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ എന്നുള്ള പേരിൽ നമുക്ക് എന്ത് പറയുന്നില്ല, മൻമോഹൻ സിംഗിന്റെ പേര് പറയുന്നില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി, അതായത് പ്രധാനമന്ത്രി ആയിരിക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രധാനമന്ത്രി ആയിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തികളാണ് ഇവരെന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ആരായിരുന്നു? റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. കൂടാതെ നരസിംഹ റാവു 1992 ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു വർഷ കാലഘട്ടം 91, ആ ഒരു 96 കാലഘട്ടമൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ PV നരസിംഹ റാവു പ്രധാനമന്ത്രിയായിട്ട് വരികയും അദ്ദേഹത്തിന്റെ കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൻമോഹൻ സിംഗ് ധനകാര്യ മന്ത്രിയായിരുന്നു, നവസാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്ന വ്യക്തി കൂടെയാണ്. എന്നാൽ ഇദ്ദേഹം പിൽക്കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലൊക്കെ വന്നിക്കാം. പ്രധാനമന്ത്രി ആയിരിക്കെ ഇദ്ദേഹം ബഡ്ജറ്റിംഗ് നടത്തിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം.
ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും പിൽക്കാലത്ത് രാഷ്ട്രപതിയുമായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആർ വെങ്കിട്ടരാമൻ, പ്രണബ് കുമാർ മുഖർജി. ഓക്കെ, അതായത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു പ്രണബ് കുമാർ മുഖർജി. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ്, ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി ആയ വ്യക്തികൾ ആർ വെങ്കിട്ടരാമനും പ്രണബ് കുമാർ മുഖർജിയുമാണ്. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി, 10 തവണയാണ് കേട്ടോ, 10 തവണ. ഓക്കെ, എന്നാൽ ഈ റെക്കോർഡ് നിർമ്മല സീതാരാമൻ തകർക്കും. കാരണം നിർമ്മല സീതാരാമൻ 7 തവണയായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ 6 തവണ അടുപ്പിച്ചാണ് മൊറാർജി ദേശായി ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 7 തവണ അടുപ്പിച്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ച് തുടർച്ചയായിട്ടുള്ള ബഡ്ജറ്റ് അവതരണം എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ കൊണ്ടുപോയിട്ടുണ്ട്. അടൽ ബിഹാരി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രിമാരാണ് യശ്വന്ത് സിൻഹയും ജസ്വന്ത് സിംഗും. ഇനി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിരുന്നത് ഒന്ന് അരുൺ ജെയ്റ്റ്ലി, മറ്റൊരാൾ പീയൂഷ് ഗോയൽ, മുൻ റെയിൽവേ മന്ത്രി കൂടിയായിരുന്നു. പിന്നെ നിലവിൽ നിർമ്മല സീതാരാമൻ. അത് ഓർത്തു വയ്ക്കുക. എല്ലാ വർഷവും ഫെബ്രുവരി 1-ന് ധനമന്ത്രി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന ആ ഒരു വർഷത്തിൽ മാറി വരും. ഇടക്കാല ബഡ്ജറ്റും അതുപോലെ തന്നെ പൊതു ബഡ്ജറ്റ് ലോക്സഭ ഇലക്ഷന് ശേഷമാണ് നടത്താറ്. ഒരു ജൂലൈ മാസമൊക്കെയാണ് നടത്താറ്. ഓക്കെ, അതൊരു എക്സെപ്ഷണൽ കേസാണ്. 2016 മുമ്പ് ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ഓക്കെ, ഇനി ഫെബ്രുവരി 1-ന് രാവിലെ 11 മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കും. എന്നാൽ 999 മുൻപേ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് വൈകുന്നേരം 5 മണിക്കായിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിൽ 1-ന് മുന്നേ ബഡ്ജറ്റ് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സാക്കേണ്ടതുണ്ട്. കണ്ടോ, സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിൽ 1-ന് മുൻപേ ബഡ്ജറ്റ് പാർലമെന്റിന്റെ ഇരുസഭകളിലും, ശ്രദ്ധിക്കണം, ബഡ്ജറ്റ് 2 സഭകളിലും, നമുക്ക് ലോക്സഭയുണ്ട് രാജ്യസഭയുണ്ട്, ഈ 2 സഭകളിലും പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലേക്കൂട്ടി ഫെബ്രുവരി 1-ന് തന്നെ ചെയ്യുന്നത്. ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യാനും പരിഷ്കരിക്കാനും പാർലമെന്റിന് 1 മാസത്തെ സമയമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 1 മാസത്തെ സമയമുണ്ട് വേണ്ട രീതിയിലുള്ള അമെൻമെന്റ്സും മറ്റ് ഡിബേറ്റുകൾക്കും വേണ്ടിയിട്ട്. ഏപ്രിൽ 1-ന് ബഡ്ജറ്റിന്റെ പാർലമെന്ററി ചർച്ച പൂർത്തിയായില്ല എങ്കിൽ ധനമന്ത്രി നിർദ്ദേശിച്ച ബഡ്ജറ്റ് അന്നേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കും. പാർലമെന്ററി അവലോകനത്തിന് ശേഷം മുൻകാല മാറ്റങ്ങൾക്ക് ബഡ്ജറ്റ് വിധേയമാവുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1-ന് പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. റെയിൽവേ ബഡ്ജറ്റും പൊതു ബഡ്ജറ്റിലേക്ക് ലയിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന പാർലമെന്ററി ചർച്ചയും അവലോകനങ്ങളും അതിനാസ്പദമായ ഭേദഗതികളും ഒക്കെ കൊണ്ടുവന്ന് ഏപ്രിൽ 1-ന് ഈ പറയുന്ന ബഡ്ജറ്റ് പ്രാബല്യത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇരുസഭകളും പാസ്സാക്കി വിടുന്ന കാര്യമാണ് ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വരുന്നത്. ഇൻ കേസ് ഇരുസഭകളും ഇത് പാസ്സാക്കിയിട്ടില്ല, അങ്ങനെയുള്ള അവസരത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വന്നതായിട്ട് കരുതപ്പെടുകയും അതിന്മേലുള്ള ആ ബഡ്ജറ്റിന്മേലുള്ള ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾക്ക് പിന്നീടുണ്ടാവുന്ന ഡിബേറ്റുകൾ പ്രകാരം അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൻ്റെ വളരെ എന്താ പറയുക സോളിഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ബഡ്ജറ്റിന് 2 അക്കൗണ്ടുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 2 അക്കൗണ്ടുകളുണ്ട്, ഒന്ന് SBIയിൽ, ഒന്ന് ചിലപ്പോൾ HDFCയിലായിരിക്കും അല്ലേ. അതേപോലെ ബഡ്ജറ്റിന് 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് റവന്യൂ അക്കൗണ്ട്, ഓക്കെ, 2 മൂലധനം അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് നോക്കാം എന്താണ് റവന്യൂ അക്കൗണ്ട് നോക്കാം. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വരവുകളും ചെലവുകളും കാണിക്കുന്നു. ദാറ്റ് മീൻസ് കറന്റ് ഇയർ വരവും ചെലവും കാണിക്കുന്നു. ഓക്കെ, ഇതിനെ റവന്യൂ ബഡ്ജറ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കണം, റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കറന്റ് ഇയറിലെ വരവും ചെലവും, കറന്റ് ഇയറിലെ വരവും ചെലവും, കറന്റ് ഇയറിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അതാണ്
റവന്യൂ അക്കൗണ്ട് അഥവാ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഇൻകം പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദാറ്റ് മീൻസ് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ വരവും റവന്യൂ ചെലവുമാണ്. ശ്രദ്ധിക്കണം, കറണ്ട് ഇയറിലെ വരവും ചെലവുമാണ് റവന്യൂ അക്കൗണ്ട് അഥവാ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഇൻകം പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദാറ്റ് മീൻസ് റവന്യൂ വരവും റവന്യൂ ചെലവും ചേർന്നിട്ടുള്ളതാണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂലധന വരവും മൂലധന ചെലവും, ക്യാപിറ്റൽ ഇൻകം ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് പറയാം. ഇതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നും പറയുന്നു. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആകെ വരവുകൾ എന്തൊക്കെയാണ്? സോ നമ്മൾ പഠിച്ചത് എന്താണ്? റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് റവന്യൂ ഇൻകം പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻകം പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി ആകെ വരവുകൾ എന്ന് പറയുന്നത് റവന്യൂ ഇൻകം പ്ലസ് ക്യാപിറ്റൽ ഇൻകം, ആകെ ചെലവുകൾ എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതാണ് നമ്മളിവിടെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ റവന്യൂ എക്സ്പെൻഡിച്ചർ ശ്രദ്ധിക്കുക, ഈസി ആയിട്ട് നമുക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ട്, വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വരവും ചെലവും കാണിക്കുന്നത് റവന്യൂ അക്കൗണ്ട് അഥവാ റവന്യൂ ബഡ്ജറ്റ്. എന്നാൽ ഗവൺമെന്റിന്റെ ആസ്തി, ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്, അതായത് അസറ്റ് ആസ്തി, ബാധ്യത ലയബിലിറ്റി, അതായത് സർക്കാരിന്റെ ആസ്തിയും ബാധ്യതയുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ അഥവാ മൂലധന അക്കൗണ്ട് എന്ന് പറയാം. അതിന് നമ്മൾ മൂലധന ബഡ്ജറ്റ് എന്നും പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും പഠിക്കണം. എന്താണ്? വരവുകൾ. അപ്പോൾ ആകെ വരവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ വരവുമുണ്ട്, മൂലധന വരവുമുണ്ട്. ആകെ ചെലവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ചെലവുമുണ്ട്, മൂലധന ചെലവുമുണ്ട്. നമുക്ക് വരവുകളെ കുറിച്ചൊന്ന് പഠിക്കാം. വരവുകൾ എന്ന് പറഞ്ഞാൽ ഇൻകം അഥവാ റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റവന്യൂ വരവിനെ കുറിച്ച് പഠിക്കാം. റവന്യൂ ഇൻകം അഥവാ റവന്യൂ റെസീപ്റ്റ്സ്. രണ്ടാമത് ക്യാപിറ്റൽ വരവുകൾ അഥവാ മൂലധന വരവുകൾ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് അഥവാ ക്യാപിറ്റൽ ഇൻകം. നമുക്ക് നോക്കാം റവന്യൂ വരവുകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് നോക്കാം. സർക്കാരിൽ നിന്ന് തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് ഒടുക്കുന്ന വരുമാനമാണ് റവന്യൂ വരവുകൾ. അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചെടുക്കാൻ കഴിയാത്തവ അഥവാ നോൺ റിഡീമബിൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സർക്കാരിലേക്കുള്ള വരവ് എന്തായിരിക്കും? നമ്മളെ കയ്യിൽ നിന്ന് അടയ്ക്കുന്ന ഇൻകം ടാക്സ് അല്ലെ, നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കുന്ന ടാക്സുകൾ ഉണ്ടല്ലോ, നികുതി, ഡയറക്റ്റ് ടാക്സും കാണും, അതായത് പ്രത്യക്ഷ നികുതിയും കാണും, ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതിയും കാണും. ഈ പറയുന്ന പ്രത്യക്ഷ പരോക്ഷ നികുതികളെല്ലാം തന്നെ സർക്കാരിന് റവന്യൂ വരവാണ്. നമ്മൾ 10 രൂപയ്ക്കുള്ള സാധനം മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ വരുന്ന GST ഉൾപ്പെടെയുള്ളത് സർക്കാരിന്റെ റവന്യൂ വരവാണ്. ഈ പറയുന്ന ടാക്സ് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. സർക്കാരിൽ നിന്ന് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കത്തില്ല. സർക്കാരിൽ നിന്ന് അത് നമുക്ക് റിഡീം ചെയ്ത് പിന്നീട് എടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അത്തരത്തിലുള്ള വരുമാനങ്ങളെയാണ് എന്തെന്ന് പറയേണ്ടത്? നിങ്ങൾ റവന്യൂ വരുമാനങ്ങൾ എന്ന് പറയേണ്ടത്. റവന്യൂ വരുമാനങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് നികുതി വരുമാനവും മറ്റൊന്ന് നികുതി ഇതര വരുമാനവും. അതായത് നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ ടാക്സ് റവന്യൂ. രണ്ടാമത്തേത് നികുതി ഇതര വരുമാനം, ദാറ്റ് മീൻസ് നോൺ ടാക്സ് റവന്യൂ. സോ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സുമാണ്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പല രീതിയിൽ കോർട്ട് ഫീ കൊടുക്കുന്നു, ഫൈൻ പെനാൽറ്റി ഒക്കെ അടയ്ക്കുന്നു അല്ലേ? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ MVDയിൽ നിന്ന് ഒരു ഫൈൻ വന്നു, 500 രൂപ, നമ്മൾ 500 രൂപ MVDയിലേക്ക് അയക്കുകയാണ്. അതെന്താ? സർക്കാരിന്റെ നോൺ ടാക്സ് റവന്യൂ ആണ്. അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. വൺസ് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് റിഡീം ചെയ്യാൻ സാധിക്കില്ല.
റവന്യൂ റെസിപ്റ്റ്സ് രണ്ടെണ്ണമാണ്. ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഞാൻ പറഞ്ഞ ഫൈനും പെനാൽറ്റിയും ഒക്കെ തന്നെയാണ് അവിടെ വരുന്നത്. കോടതിയിൽ കൊടുക്കേണ്ട കാശുമൊക്കെയാണ് അവിടെ കയറി വരുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ ലോജിക് വെച്ചിട്ട് ഒരു ചോദ്യം വരുന്നു, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരുന്നു. റവന്യൂ റെസിപ്റ്റ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റവന്യൂ വരുമാനത്തിന്റെ ഭാഗമായിട്ട് വരാത്തത് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ഉത്തരം കൊടുക്കാൻ പറ്റും അല്ലേ? ഇനി റവന്യൂ വരവിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ, ഒന്ന് നികുതി വരുമാനവും മറ്റൊന്ന് നികുതി ഇതര വരുമാനവും. സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞ് ഒരു 3 ഓപ്ഷൻസ് തന്നു. ഇൻകം ടാക്സ്, GST, 3 ഫൈൻസ് ആൻഡ് പെനാൽറ്റി. എന്ത് കൊടുക്കും? ഫൈൻസ് ആൻഡ് പെനാൽറ്റി ആണ് അല്ലെ? കാരണം അത് നികുതി വരുമാനത്തിലല്ല, പകരം നികുതി ഇതര വരുമാനത്തിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നികുതി വരുമാനം നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്, ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഓക്കെ, പ്രത്യക്ഷ നികുതികളിൽ ഈ പറയുന്ന പേഴ്സണൽ ഇൻകം ടാക്സും ഉണ്ട്. കമ്പനികൾ, അതായത് കമ്പനികൾക്ക് കൊടുക്കേണ്ടത് വ്യക്തികൾ നൽകുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. കമ്പനികൾ നൽകുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് കേട്ടോ. വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന വിവിധ തീരുവകൾ പരോക്ഷ നികുതികളാണ്. ദാറ്റ് മീൻസ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് മേൽ കൊടുക്കുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് എക്സൈസ് ഡ്യൂട്ടി, രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതി. മറ്റൊന്ന് കസ്റ്റംസ് തീരുവ അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി, ഇറക്കുമതി വസ്തുക്കളിന്മേലും കയറ്റുമതി വസ്തുക്കളിന്മേലും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. സേവന നികുതി അഥവാ സർവീസ് ടാക്സ്, സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി. അപ്പോ ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് മനസ്സിലായി. ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് നമുക്ക് കിട്ടി. എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് GST ആണ്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് 24-25 ബഡ്ജറ്റ് പ്രകാരം നമ്മുടെ ഏറ്റവും വലിയ വരുമാനം, നികുതി വരുമാനം എന്ന് പറയുന്നത് നിലവിൽ ഇൻകം ടാക്സ് ആണ് ഏറ്റവും, അതായത് വ്യക്തിഗത ആദായ നികുതിയിൽ നിന്നാണ് സർക്കാരിന് ലഭിക്കുന്ന ഏറ്റവും കൂടിയ നികുതി വരുമാനം എന്ന് പറയുന്നത്. ഇടക്കാല ബഡ്ജറ്റ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇടക്കാല ബഡ്ജറ്റ് പ്രകാരം 2023 തന്നെ ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അത് പ്രകാരം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം സർക്കാരിന് കിട്ടുന്നത് ഇൻകം ടാക്സ് വഴിയാണ്, ആദായ നികുതി വഴിയാണ് കിട്ടുന്നത്. 2 ചരക്ക് സേവന നികുതി അഥവാ GST വഴിയാണ് കിട്ടുന്നത്. 3 കോർപ്പറേഷൻ ടാക്സ് ആണ്. കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ടാക്സ് ആണ്. ഓക്കെ, 4 ഈ പറയുന്ന യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ആണ് കേട്ടോ. ശ്രദ്ധിക്കാം, സ്വത്ത് നികുതി, വെൽത്ത് ടാക്സ്, പാരിതോഷിക നികുതി, ഗിഫ്റ്റ് ടാക്സ്, സ്ഥാവര വസ്തു തീരുവ ദാറ്റ് മീൻസ് എസ്റ്റേറ്റ് ഡ്യൂട്ടി തുടങ്ങിയ മറ്റ് പ്രത്യക്ഷ നികുതികൾ ഇപ്പോൾ നിലവിലില്ല. ഇവയിൽ നിന്നുള്ള വരുമാനം പരിഗണനീയമല്ലാത്തതിനാൽ അവയെ കടലാസ് നികുതികൾ എന്നാണ് വിളിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്ക് വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ടാക്സുകൾ അവൈലബിൾ ഇല്ല. സോ അവയെ നമ്മളിപ്പോൾ കടലാസ് നികുതികൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ പേപ്പർ ടാക്സിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് UPSC ലെവലിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. 3 എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി. വരുമാനത്തിന്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് വർദ്ധിത ആദായ നികുതി അഥവാ പ്രോഗ്രസീവ് ഇൻകം ടാക്സേഷൻ. ഇതനുസരിച്ച് വരുമാനത്തിലുള്ള വർധനയോടൊപ്പം നികുതി നിരക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ UPSC മാത്രമല്ല, കേരള PSC തന്നെ വളരെ വർഷക്കാലം മുന്നേ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ അവലംബിച്ചിരിക്കുന്ന ടാക്സേഷൻ രീതി എന്താണെന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് വർദ്ധിത ആദായ നികുതി അഥവാ പ്രോഗ്രസീവ് ഇൻകം ടാക്സേഷൻ എന്ന് പറയുന്നത് അല്ലെ.
എന്താണ് പ്രോഗ്രസീവ് ഇൻകം ടാക്സേഷൻ? വരുമാനത്തിലുള്ള വർധനയോടൊപ്പം നികുതി നിരക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനാണ് നമുക്ക് ഒരു ഇൻകം ടാക്സ് സ്ലാബ്, അല്ലെ, 3 ലക്ഷം രൂപ വരെ ഇങ്ങനെ ഒരു സ്ലാബ്, 3 ലക്ഷം മുതൽ 5, അങ്ങനെ ഓരോ സ്ലാബുകളിൽ പെടുന്ന വ്യക്തികൾക്ക് വെവ്വേറെ ടാക്സ് റേറ്റ് ആയിരിക്കും വരുന്നത്, അല്ലെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ടാക്സേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വരുമാനത്തിനുള്ള വർധനയോടൊപ്പം നികുതി നിരക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വരുമാനം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അടുത്ത സ്ലാബിൽ നിന്ന് മറ്റൊരു സ്ലാബിലേക്ക് പോകുമ്പോൾ ടാക്സ് റേറ്റും കൂടുന്നു. ഇനി അല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഇൻകം ടാക്സേഷൻ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തെ കമ്പനികളിൽ നിന്ന്, ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, കമ്പനികളിൽ നിന്നുള്ള ടാക്സ് പിരിച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് പ്രോഗ്രസീവ് അല്ല, അത് വന്നിട്ട് പ്രൊപ്പോർഷണൽ ഇൻകം ടാക്സേഷൻ ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊപ്പോർഷണൽ ടാക്സേഷൻ രീതിയാണ്, ഇൻകം അല്ല, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ രീതിയാണ്. അപ്പോൾ ഇവിടെ നികുതി നിരക്ക് അവയുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത അനുപാതമായിരിക്കും. അതായത് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് എന്താണോ, അതായത് ഓരോ ബിസിനസ്സുകളുടെയും പ്രോഫിറ്റ് കണക്കാക്കിയാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടാക്സിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ കമ്പനികൾക്ക് മേൽ ചുമത്തുന്ന ടാക്സേഷൻ രീതി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ ആണ്. എന്നാൽ വ്യക്തികൾക്ക് മേൽ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. ഓക്കെ, പ്രോഗ്രസീവ് ടാക്സേഷൻ ഇൻകത്തിന്മേലും അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ടാക്സേഷൻ കമ്പനികൾക്ക് മേൽ കോർപ്പറേഷൻ ടാക്സ് എന്നുള്ള രീതിയിലാണ് നികത്തുന്നത്. ഇവിടെ നികുതി നിരക്ക് അവയുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത അനുപാതമായിരിക്കും. അപ്പൊ ലാഭത്തിന്റെ ഒരു നിശ്ചിത അനുപാതം അഥവാ പ്രപ്പോർഷൻ ആയിട്ടാണ് കോർപ്പറേഷൻ ടാക്സ് എന്ന ഡയറക്റ്റ് ടാക്സ് പിരിച്ചെടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഓർത്തിരിക്കണം, ഇൻകത്തിൽ മേൽ ചുമത്തുന്ന നികുതി എന്ത് തരം നികുതിയാണ്? പ്രോഗ്രസീവ് ടാക്സേഷൻ, വർദ്ധിത നിരക്കാണ് അവിടെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കമ്പനികൾക്ക് മേൽ ചുമത്തുന്ന കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് എന്ത് തരം നികുതിയായിട്ടാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? പ്രൊപ്പോർഷണൽ അഥവാ ആനുപാതിക നിരക്കിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, UPSCക്കും PSCക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി നികുതി ഇതര വരുമാനം അഥവാ നോൺ ടാക്സ് റവന്യൂവിൽ എന്തൊക്കെ പെടും? ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ടാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം, കേന്ദ്ര സർക്കാർ നൽകിയ വായ്പകളിൽ നിന്നുള്ള പലിശ, കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികൾക്കോ ബിസിനസ് സംരംഭങ്ങൾക്കോ വായ്പ നൽകുമ്പോൾ അവർ തിരിച്ച് പലിശ സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. ആ പലിശ, നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതം. ഓക്കെ, നിക്ഷേപം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ LICയിൽ നിക്ഷേപമുണ്ട്, അല്ലെ. സോ കേന്ദ്ര സർക്കാരിന് വിവിധ ഇടങ്ങളിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം, സേവനങ്ങളിൽ നിന്നുള്ള ഫീസ്, മറ്റ് വരവുകൾ. ഇവൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 10 രൂപ നമ്മൾ കൊടുത്താൽ മാത്രമേ ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. ആ 10 രൂപ നികുതി ഇതര വരുമാനത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇനി വിദേശ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പണമായി നൽകുന്ന ഗ്രാന്റുകൾ. ഇപ്പോൾ ഇന്ത്യക്ക് ADB-യോ ബ്രിക്സ് ബാങ്കോ വേൾഡ് ബാങ്കോ എന്തെങ്കിലും ഗ്രാന്റ് സഹായധനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം നികുതി ഇതര വരുമാനത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഞാൻ 4 പോയിന്റുകൾ ഒന്നും കൂടെ പറയാണ്, എന്നിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയത്തില്ല. നികുതി ഇതര വരുമാനത്തിൽ 1, കേന്ദ്ര സർക്കാർ നൽകിയ വായ്പകളിൽ നിന്നുള്ള പലിശ. കേന്ദ്ര സർക്കാരിന് വായ്പ കൊടുത്തപ്പോൾ എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഇല്ല, കാരണം പലിശ കിട്ടിക്കൊണ്ടിരിക്കുക. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതം, നിക്ഷേപിച്ചതിന്റെ ഭാഗമായിട്ട് ലാഭവിഹിതം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഇല്ല. സേവനങ്ങളിൽ നിന്നുള്ള ഫീസ്, മറ്റ് വരവുകൾ. എന്തെങ്കിലും ഒരു സേവനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നൽകുന്നു, അതിൽ നിന്ന് കിട്ടുന്ന തുക കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ബാധ്യത വരുത്തുന്നുണ്ടോ? ഇല്ല. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് നിങ്ങൾ വരിക, നികുതി ഇതര വരുമാനത്തില് വിദേശ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പണമായി നൽകുന്ന ഗ്രാന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായധനമാണ്. ഗ്രാന്റുകൾ തിരിച്ചടയ്ക്കണ്ട.
അപ്പൊ ഇത്തരത്തിൽ തിരിച്ചടയ്ക്കാത്ത സഹായധനങ്ങളെല്ലാം സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്താ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നികുതി വരുമാനവും നികുതി ഇതര വരുമാനവുമാണ്. നികുതി ഇതര വരുമാനത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്? റവന്യൂ വരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. റവന്യൂ വരുമാനം സർക്കാരിന് എന്തെങ്കിലും ബാധ്യത ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സർക്കാരിന് ബാധ്യതയും അല്ലെങ്കിൽ സർക്കാരിന്റെ ആസ്തിയും സംബന്ധിച്ചിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വരുമാനം അഥവാ മൂലധന വരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന വരുമാനം എന്ത് ഭാഗമായിട്ടാണ് വരുന്നത് നോക്കിക്കൊള്ളാം. വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് നൽകുന്ന വായ്പ എന്ത് തരം വരുമാനമായിരിക്കും? റവന്യൂ വരുമാനമായിരിക്കോ? ക്യാപിറ്റൽ അഥവാ മൂലധന വരുമാനമായിരിക്കോ? ഒരു വിദേശ രാജ്യം നമ്മുടെ രാജ്യത്തേക്ക് വായ്പ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വായ്പയ്ക്ക് ബദലായിട്ട് നമ്മൾ എന്തൊക്കെ കൊടുക്കണം? പലിശ നൽകിക്കൊണ്ടേയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ രാജ്യത്തിന് ഒരു ബാധ്യത, ലയബിലിറ്റി സംഭവിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ലയബിലിറ്റിയിലൂടെ സമ്പാദിച്ച വരുമാനം എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ വരുമാനമല്ല, ക്യാപിറ്റൽ അഥവാ മൂലധന വരുമാനമാണ്. മൂലധന വരുമാനത്തിന് ഉത്തരമായിരുന്നു ഞാനിപ്പോ പറഞ്ഞത്. എന്നാൽ ഇത് അന്യരാജ്യങ്ങളിൽ നിന്നുള്ള സഹായധനമാണ്, പലിശ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് റവന്യൂ വരുമാനമാണ്. അപ്പോൾ എന്തെങ്കിലും വരുമാനം സർക്കാരിന് ബാധ്യത ക്രിയേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ അഥവാ മൂലധന വരുമാനം, ബാധ്യത വരുത്തുന്നില്ല എങ്കിൽ അത് റവന്യൂ വരുമാനം. ഓക്കെ, ആ ഉത്തരം നമ്മൾ ഓപ്ഷനിൽ വരുമ്പോൾ ആ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് പതിയണം. ഓക്കെ, ശരി. അപ്പോൾ ഇനി മൂലധന വരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, സർക്കാർ എടുക്കുന്ന വായ്പകളിലൂടെ ലഭിക്കുന്ന വരവ്, അതിന് പലിശ തിരിച്ചു കൊടുക്കണം, ലയബിലിറ്റിയാണ്. സർക്കാർ ആസ്തി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരവ്. ഓക്കെ, സോ ആസ്തി സംബന്ധിച്ച് അതുപോലെ തന്നെ ലയബിലിറ്റി സംബന്ധിച്ച് വരുന്ന അക്കൗണ്ടുകളാണ് മൂലധന വരവ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? അഥവാ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നു. നോക്കാം. വായ്പകൾ, ആസ്തികളുടെ വിൽപ്പന എന്നിവയിലൂടെ സർക്കാർ വരുമാനം കണ്ടെത്തുന്നു. ഇതിനെ നമ്മൾ പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ, സർക്കാരിന്റെ നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ്, അപനിക്ഷേപമാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. സർക്കാരിന്റെ തന്നെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അവർക്കുണ്ടായിരുന്ന ഓഹരി വിറ്റഴിക്കുകയാണ്. അങ്ങനെ വിറ്റഴിച്ചതിലൂടെ കിട്ടുന്ന വരുമാനം, ആസ്തി സംബന്ധിച്ച വരുമാനം ക്യാപിറ്റൽ വരുമാനത്തിലാണ് വരുന്നത്. ഓക്കെ, വായ്പകൾ വാങ്ങിയ ഏജൻസികൾക്ക് തന്നെ അവ തിരിച്ചു നൽകേണ്ടതുള്ളതിനാൽ വായ്പകൾ സർക്കാരിന് ഒരു ബാധ്യതയാണ്. ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ പോലുള്ള ആസ്തികൾ വിറ്റഴിക്കുന്നത്, ദാറ്റ് മീൻസ് പൊതുമേഖലയിലെ അപനിക്ഷേപം അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന്റെ മൊത്തം ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നു. ഇത്തരത്തിൽ ഗവൺമെന്റിന് ബാധ്യത സൃഷ്ടിക്കുന്നതും അതിന്റെ ധനകാര്യ ആസ്തിയിൽ കുറവ് വരുത്തുന്നതുമായ എല്ലാ വരവുകളെയും മൂലധന വരവുകൾ എന്നാണ് വിളിക്കുന്നത്. സർക്കാർ കൈപ്പറ്റുന്ന ഏതൊരു പുതിയ വായ്പയും ഭാവിയിൽ പലിശയടക്കം തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് മനസ്സിലുണ്ടെങ്കിൽ മൂലധന വരവുമായി ബന്ധപ്പെട്ട് എന്ത് പോയിന്റ് വന്നാലും ലോജിക് ഉപയോഗിച്ച് ഉത്തരം കൊടുക്കാം. മൂലധന വരവിൽ ഉൾപ്പെടാത്തത് ഏത്? അത് അറിയണമെങ്കിൽ എന്താണ് മൂലധന വരവ്? സർക്കാരിന്റെ ആസ്തിയിൽ കുറവ് വരുത്തുന്നുണ്ടോ? കുറവ് വരുത്തിയിട്ടുള്ള വരുമാനമാണോ? കുറവ് വരുത്തിക്കൊണ്ട് നേടിയ വരുമാനമാണോ? അതായത് സർക്കാരിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അവരുടെ ഓഹരി വിറ്റഴിച്ച് ഡിസ്ഇൻവെസ്റ്റ്മെന്റിലൂടെ ഒക്കെ കണ്ടെത്തിയ വരുമാനമാണോ? എന്നാൽ ക്യാപിറ്റൽ വരുമാനമാണ്. സർക്കാർ ഏതെങ്കിലും രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നോ എടുത്ത വായ്പ വഴി ലഭിച്ച പണമാണോ? എന്നാൽ അത് ബാധ്യതയാണ്, പലിശ ഉൾപ്പെടെ തിരിച്ചടക്കേണ്ടി വരും, ക്യാപിറ്റൽ വരുമാനമാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ടുഡേ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യെസ്, റവന്യൂ റെസീപ്റ്റ്സും ക്യാപിറ്റൽ റെസീപ്റ്റ്സും, അല്ലെ? റവന്യൂ വരവും ക്യാപിറ്റൽ വരവിനെയും കുറിച്ച് നമ്മളിപ്പോ പഠിച്ചിരിക്കുകയാണ്.
ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നോക്കണം. സോ ആകെ വരവ് എന്ന് പറയുന്നത് റവന്യൂ വരവ് പ്ലസ് ക്യാപിറ്റൽ വരവ്. ആകെ ചെലവ് എന്ന് പറയുന്നത് റവന്യൂ ചെലവ് പ്ലസ് ക്യാപിറ്റൽ ചെലവ്. ബഡ്ജറ്റിൽ 2 തരം അക്കൗണ്ടുകളുണ്ട്. റവന്യൂ അക്കൗണ്ട് അഥവാ റവന്യൂ ബഡ്ജറ്റ്, റവന്യൂ വരവും ചെലവും. ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റ്, ക്യാപിറ്റൽ വരവും ചെലവും. ഇത് 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഉണ്ടാവും. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ അടുത്തൊരു സെഷൻ കൂടി ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്.